തിരുവനന്തപുരം വഞ്ചിയൂർ അമ്പലത്തുമുക്കിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ സ്പിരിറ്റ്. തമിഴ്നാട് സ്വദേശി കുമരപ്പ നാഗപ്പ ചെട്ടിയാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ഉടമസ്ഥൻ ഇന്ന് എത്തിയപ്പോഴാണ് സ്ഥലത്ത് സ്പിരിറ്റ് കണ്ടത്. ലൈസൻസ് ഉള്ള സ്പിരിറ്റാണിതെന്നും വസ്തു തർക്കത്തിലുള്ള സ്ഥലമാണെന്നും എക്സൈസ് പറഞ്ഞു. എന്നാൽ സ്ഥലത്തിനുമേൽ തർക്കമില്ലെന്നും താനറിയാതെ എങ്ങനെ സ്പിരിറ്റ് വന്നെന്നും കുമരപ്പ നാഗപ്പ ചെട്ടിയാർ പ്രതികരിച്ചു. ഇവിടുത്തെ വാർഡ് കൗൺസിലറായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് താമസിക്കുന്നത്. ഞാൻ തൊട്ട് പുറകിലാണ് എൻ്റെ വീട്. അപ്പോൾ എനിക്കിതിൻ്റെ ചരിത്രങ്ങൾ കുറേ കാലത്തിന് മുമ്പേ അറിയാം. അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ പോയപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാനും മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊന്ന് കുറിച്ചെടുത്ത് ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കിയത് 1935 ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ കുമാരൻ ചെട്ടിയാർ വാങ്ങുന്നത്. 1935 അത് രാജഭരണ കാലത്താണ് വാങ്ങിയതാണ്. ആ ചാലയിൽ കച്ചവടം ചെയ്യുന്ന ഒരു കക്ഷിയിൽ നിന്നാണ് വാങ്ങിയതായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അത് PK നാരായണ പണിക്കർ എന്ന ആളിന് വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ അന്ന് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഇതുള്ള തൈലം വൈദ്യ ആവശ്യത്തിനുള്ള കഷായം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തതാണ്. അന്ന് വാടകയ്ക്ക് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഇവരെ ഫാമിലി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഫാമിലിയുടെ ചിലരൊക്കെ മരിച്ചു പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഇവരാരും തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു കുറേ കാലമായി. അപ്പോൾ അവർ 2-3 പേര് മരിച്ചവരെല്ലാവരും മരിച്ചവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ടുള്ളവരെല്ലാവരും കൂടി ജീവിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് നാഗപ്പൻ ചെട്ടിയാരെന്നാണ്. നാഗപ്പൻ ചെട്ടിയാരെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് നാഗപ്പൻ എന്ന് പറഞ്ഞ ആളാണ്. അത് PK നാഗപ്പൻ, NK നാഗപ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് അദ്ദേഹത്തിൻ്റെ മകനല്ലേ, അദ്ദേഹത്തിന് ഇതിനകത്ത് അവകാശമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ളവരെല്ലാവരും കൂടി ഇദ്ദേഹത്തിന് ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തു. പവർ ഓഫ് അറ്റോർണിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഈ വസ്തു നോക്കാനും കണ്ടാണ് വന്നത്. ആ പവർ ഓഫ് അറ്റോർണിയെ കുറിച്ചുള്ള അദ്ദേഹം പറഞ്ഞത്, പവർ ഓഫ് അറ്റോർണി പ്രകാരം അത് പവർ ഓഫ് അറ്റോർണിയൊക്കെ വ്യക്തമാക്കി അത് ശരിയാണെന്നുള്ള ബോധ്യപ്പെടുന്നതിലേക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അതെല്ലാം കൊണ്ട് സമർപ്പിക്കുകയും ഹൈക്കോടതി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അതിൻ്റെ നിന്ന് ആ പേപ്പർ ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയും ജില്ലാ കളക്ടർ ഇവരുടെ ഇരുന്ന എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം അത് ഇവരുടേതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടാണ് അവരിവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണവും ഇത് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് സ്പിരിറ്റ് അങ്ങനെയുള്ള തുടങ്ങിയുള്ള സാധനങ്ങൾ, കോട, ഈ ചാരായം മാറ്റാനുള്ള കോട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ ഇവിടെ കുറച്ച് ആൾ കൂടുകയൊക്കെ ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വന്ന് നോക്കിയതൊക്കെ. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാനും ഇവിടെയുള്ള പരിസരത്തൊക്കെ ആളുകൾക്കൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളങ്ങ് പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ ആളുകളൊക്കെ കൂടിയെന്നുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇവിടെ വന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം വ്യക്തമായത് പണ്ട് പോലെ ഇങ്ങനെ കേൾക്കാം, തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരം കണ്ടുള്ള തമിഴ്നാട്ടിലുള്ള ആരോ ആണ് ഇതിൻ്റെ ഉടയനെന്ന് ഉള്ള കാര്യം നമുക്കറിയാം. ഇതിങ്ങനെ 4 സൈഡും മനുഷ്യനും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള മതിലും കെട്ടിപ്പൊക്കി ഈ വലിയ ഗേറ്റും ഇട്ട് ഇരിക്കുന്നതല്ലാതെ ഇതിനകത്ത് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഞാൻ ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പേ 40 വർഷത്തിനൊക്കെ മുമ്പേയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമില്ല, ഞാൻ പാർട്ടിയുടെ പ്രവർത്തനം കൂടെയാണ്, പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സമീപിക്കുമ്പോഴത്തേക്ക് ഇവിടെ പത്രം ചേർക്കാനൊക്കെ ഇവിടെ വരുമായിരുന്നു. അതൊന്നും ഇവിടെ ഉള്ള ആരും കാണുമില്ല, ചിലപ്പോൾ ഒരു വാച്ചറ ആരെങ്കിലുമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പത്രമൊന്നും തരാറുമില്ല, ആളില്ല, ഇതാരാണ് എൻ്റെ ഉടയനെന്നൊന്നും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഞങ്ങളങ്ങ് കളഞ്ഞിട്ട് അങ്ങ് പോകുന്നതാണ് സ്ഥിതി. ഇന്ന് വന്നപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നത്.